ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുകയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോഴും പറയുന്നത് പോലെ തന്നെ ചിന്നസ്വാമി സ്റ്റേഡിയം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഗ്രൗണ്ടാണ്. ഒപ്പം തന്നെ നല്ല ഒരു ബാറ്റിംഗ് വിക്കറ്റാണ്. ഒരുപാട് റൺസുകൾ വരാൻ സാധ്യതയുള്ള, വലിയ സ്കോറുകൾ സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഗ്രൗണ്ടാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. പലപ്പോഴും പിച്ചിന്റെ ഒരു ഘടന എന്ന് പറയുമ്പോൾ അത് ആദ്യത്തെ ഒരു പവർ പ്ലേയിൽ, ഇനീഷ്യലി ഉള്ള ഒരു പവർ പ്ലേയിൽ ബോൾ നന്നായിട്ട് സ്വിംഗ് ചെയ്യുന്ന കണ്ടീഷനാണ് ബാംഗ്ലൂരിലേത്. കുറച്ചൊന്ന് ഒരു തണുപ്പുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ സ്വിംഗ് ചെയ്യാനുള്ള സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെ പവർ പ്ലേയിൽ ഒരു 50 റൺസ് നേടി ഒരു വിക്കറ്റ് എന്നുള്ള ഒരു നിലയിലൊക്കെ ആണെങ്കിൽ ആ ടീമിന് വലിയൊരു സ്കോർ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അവസാനത്തെ 5 ഓവറുകളിൽ വലിയ റൺസ് കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ ടീമിന്റെ കയ്യിൽ വിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കണ്ണടച്ച് പറയാനായിട്ട് സാധിക്കും, നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കാണ്, ഒരുപാട് റൺസ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഇരു ടീമുകളും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ 11 എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. RCBയുടെ സൈഡിലേക്ക് വരുമ്പോൾ ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയുമാണ് ഓപ്പൺ ചെയ്യുന്നത്. വിരാട് കോഹ്ലി ഒരു നല്ല ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത് നല്ല ഒരു ഇന്നിങ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഫിൽ സോൾട്ടും നല്ല ഫോമിൽ കളിക്കുന്നുണ്ട്. പക്ഷേ ചില മത്സരങ്ങളിൽ അദ്ദേഹം പെട്ടെന്ന് ഒരു സ്റ്റാർട്ട് നൽകാതെ ഔട്ടായി പോകുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനും ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാനും കഴിയുന്ന താരമാണ് ഫിൽ സോൾട്ട് എന്ന് ഞാൻ മറക്കുന്നില്ല. ഇനി നമ്പർ 3 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ദേവദത്ത് പടിക്കലാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല ഒരു ഫോമിന്റെ ഒരു മിന്നലാട്ടങ്ങൾ കാണിക്കുകയും ഒരു 30 റൺസിൽ കൂടുതൽ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ആ റൺ റേറ്റ് സ്ലോ ആവാതെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കാനായിട്ട് ദേവദത്ത് പടിക്കലിന് സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്പർ 4 പൊസിഷനിൽ വീണ്ടും രജത് പട്ടിദാർ അവരുടെ ക്യാപ്റ്റനാണ്. നല്ല രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ നല്ല രീതിയിൽ അവരെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ബാറ്റിംഗിലും മികച്ച ഫോമിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു 60-ൽ കൂടുതൽ റൺസ് നേടാനായിട്ട് രജത് പട്ടിദാറിന് സാധിക്കുകയും ചെയ്തു. നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ ലിയാം ലിവിങ്സ്റ്റൺ ആണ്. വലിയ പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. പക്ഷേ ഏതെങ്കിലുമൊക്കെ ഒരു മത്സരത്തിൽ വളരെ പെട്ടെന്ന് ഒരു 30 റൺസോ 40 റൺസോ ഒക്കെ നേടാൻ സാധിക്കുന്ന താരമാണ് ലിയാം ലിവിങ്സ്റ്റൺ. നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ ജിതേഷ് ശർമ്മയാണ്. വിക്കറ്റ് കീപ്പറാണ്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹം അവസാന ഘട്ടത്തിൽ വന്ന് നേടിയ ഒരു 40 റൺസ്, അത് വളരെ പെട്ടെന്നാണ് ആ സ്കോർ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. അത് ആ മത്സരത്തിൽ വലിയ ഒരു വഴിത്തിരിവായി എന്നുള്ളതാണ്. നമ്പർ 7 പൊസിഷനിൽ വരുമ്പോൾ ടിം ഡേവിഡ് ആണ്. ടിം ഡേവിഡും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവസാന ഘട്ടത്തിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഒരു ലാസ്റ്റിലെ ഒരു 3-4 ഓവറുകൾ മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാനായിട്ട് ലഭിക്കുന്നത് എന്നുള്ളതാണ്. നമ്പർ 8 പൊസിഷനിൽ വരുമ്പോൾ കൃണാൽ പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസുമായിട്ട് അവരുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച ലെഫ്റ്റ് ആം സ്പിന്നറാണ് കൃണാൽ പാണ്ഡ്യ. 4 വിക്കറ്റ് അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു. അതുപോലെ തന്നെ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ വന്ന് കുറച്ച് റൺസ് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന താരവുമാണ് കൃണാൽ പാണ്ഡ്യ എന്ന് നമുക്കറിയാം. നമ്പർ 9 പൊസിഷനിൽ ഭുവനേശ്വർ കുമാർ, നല്ല പോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ കഴിയുന്ന ബോളറാണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ മത്സരത്തിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രകടനം ചില ഓവറുകൾ, അവസാന ഓവറുകളിലേക്ക് വന്നപ്പോൾ അത് ക്രൂഷ്യലായി എന്നുള്ളതും നമുക്കറിയാം. നമ്പർ 10 പൊസിഷനിൽ ജോഷ് ഹേസൽവുഡ് ആണ്. ജോഷ് ഹേസൽവുഡിനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്ലെയർ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തിനെതിരെ റൺസ് നേടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കഴിഞ്ഞ മത്സരത്തിലും അതുപോലെ തന്നെ ഒരു ഓവറിൽ അദ്ദേഹം ഒരുപാട് റൺസ് വിട്ടുകൊടുത്തിരുന്നു. പക്ഷേ പവർ പ്ലേയിൽ അദ്ദേഹം ബോൾ ചെയ്ത 2 ഓവറിൽ വെറും 6 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഇനീഷ്യലി സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ബോളറാണ്. മറ്റൊരാൾ എന്ന് പറയുന്നത് യശ് ദയാലാണ്. ഈ യശ് ദയാലും കൂടെ ചേരുമ്പോൾ ഈ ത്രിമൂർത്തികൾ ആയി മാറുകയാണ് RCBയുടെ ഈ ബൗളിംഗ് ലൈനപ്പ് എന്നുള്ളതാണ്. നല്ല ഒരു ബോളറാണ് യശ് ദയാൽ. അദ്ദേഹം വലിയൊരു സെറ്റ് ബാക്കിൽ നിന്നാണ് തിരിച്ചു വന്നിരിക്കുന്നത്. നമുക്കറിയാം റിങ്കു സിംഗ് അദ്ദേഹത്തിന്റെ ഒരു ഓവറിൽ 4-5 സിക്സറുകൾ ഒരു മത്സരത്തിൽ നേടിയിരുന്നു. അതിൽ നിന്നെല്ലാം മുക്തി നേടി വലിയ ഒരു പ്രകടനമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അവരുടെ ഇമ്പാക്ട് സബായിട്ട് അവർ ഉപയോഗിക്കുന്നത് സുയാഷ് ശർമ്മയാണ്. കഴിഞ്ഞ ഒരു മത്സരത്തിൽ ഒരു നല്ല ബൗളിംഗ് പ്രകടനമായിരുന്നു. ഈവൻ സൂര്യകുമാർ യാദവിനെതിരെ വരെ നല്ല മികച്ച രീതിയിൽ ബോൾ ചെയ്യാനായിട്ട് സുയാഷ് ശർമ്മയ്ക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. ഇനി നമ്മൾ DC-യുടെ, അതായത് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഒരു പ്രോബബിൾ 11ലേക്ക് വരുമ്പോൾ ജെയ്ക്ക് ഫ്രേസർ മഗുർക്ക് വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ സീസൺ നല്ലതായിരുന്നു. ഈ സീസണിൽ അത് തുടരാനായിട്ട് സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്യുക ഫാഫ് ഡു പ്ലസി ആണ്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് പകരമായിട്ട് KL രാഹുലാണ് ഓപ്പൺ ചെയ്ത്. ഈ മത്സരത്തിൽ ഫാഫ് ഡു പ്ലസി തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ചെറിയ പരിക്ക് കാരണമാണ് അദ്ദേഹം മാറി നിന്നത്. 1 ഡൗൺ പൊസിഷനിൽ ഫാഫ് ഡു പ്ലസി വരികയാണെങ്കിൽ KL രാഹുലിനെ തന്നെയായിരിക്കും അവർ ഉപയോഗിക്കാൻ പോകുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ആങ്കർ ചെയ്ത് കളിക്കുന്ന ഒരു താരമായിരുന്നു അവർ. അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട്, ഒരു സൈഡിൽ അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് മറ്റേ സൈഡിൽ വന്ന ബാറ്റർമാർക്ക് അടിച്ചു കളിക്കാനും കുറെ റൺസുകൾ കണ്ടെത്താനും സാധിച്ചത്. അഭിഷേക് പോറൽ
ആയിരിക്കും നമ്പർ 4 ഉണ്ടാവുക. അഭിഷേക് പോറൽ കഴിഞ്ഞ മത്സരത്തിൽ KL രാഹുലിന്റെ കൂടെ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തിരുന്നു. അതിനുശേഷം ട്രൈസ്റ്റൺ സ്റ്റബ്സ് എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയുടെ ബാറ്ററാണ്. അദ്ദേഹവും കഴിഞ്ഞ മത്സരത്തിൽ 20-30 റൺസ് നേടിയിരുന്നു. അതുപോലെ തന്നെ നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ അശുതോഷ് ശർമ്മയാണ്. ഒരു ഇമ്പാക്ട് സബായിട്ട് അവർ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു താരമാണ്. നമ്പർ 7 പൊസിഷനിൽ വരുമ്പോൾ അക്സർ പട്ടേലാണ്. അക്സർ പട്ടേലിന്റെ പ്രകടനം വളരെ ക്രൂഷ്യലാണ്. പക്ഷെ പലപ്പോഴും അദ്ദേഹം കൂടുതൽ ഓവറുകൾ ബൗൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ക്യാപ്റ്റൻ ആയതുകൊണ്ടായിരിക്കും പലപ്പോഴും ഒരു ഓവറുകൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന്റെ കോട്ട കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് കൂടി ആയിരിക്കണം. പക്ഷെ ബാറ്റിങ്ങിൽ കുറച്ച് മുന്നിൽ വന്ന് ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ അവർ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്പർ 8 പൊസിഷനിൽ മറ്റൊരു ഓൾറൗണ്ടർ ആയിട്ടുള്ള വിപ്രജ് നിഗമാണ്. നല്ല ഒരു ലെഗ് സ്പിന്നറാണ്, ഒപ്പം തന്നെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററുമാണ്. ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന്റെയും ഈ അശുതോഷ് ശർമ്മയുടെ ഒരു പ്രകടനമാണ് അവർക്ക് വിജയം സമ്മാനിച്ചത്. നമ്പർ 9 പൊസിഷനിൽ മിച്ചൽ സ്റ്റാർക്കാണ്. മിച്ചൽ സ്റ്റാർക്ക് കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇനീഷ്യലുള്ള മാച്ചുകളിലൊന്നും തന്നെ പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം പെർഫോം ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ടീമിലേക്ക് വന്നപ്പോൾ, DC-യിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്പർ 10 പൊസിഷനിലേക്ക് വരുമ്പോൾ കുൽദീപ് യാദവാണ്. എല്ലാ മത്സരങ്ങളിലും നല്ല പ്രകടനങ്ങൾ, 4 ഓവറിൽ 20 റൺ, 22 റൺ, 2 വിക്കറ്റുകൾ ഇങ്ങനെ നേടാനായിട്ട് കുൽദീപ് യാദവിന് സാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്പർ 11 പൊസിഷനിൽ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള മുകേഷ് കുമാർ ആയിരിക്കും. ഫ്രണ്ട് വിക്കറ്റ് നേടാൻ പറ്റുന്ന ഒരു ബൗളറാണ് മുകേഷ് കുമാർ എന്ന് നമുക്കറിയാം. ഇനി നമ്പർ 12 പൊസിഷൻ, അതായത് ഒരു ഇമ്പാക്ട് സെപ്പായിട്ട് അവർ ഉപയോഗിക്കാൻ പോകുന്നത് മോഹിത് ശർമ്മയായിരിക്കും എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അദ്ദേഹവും ഈ ഡെത്ത് ഓവറുകളിൽ മികച്ച രീതിയിൽ ബൗൾ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ്. ഇനി ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് ടീമുകളുടെയും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം രണ്ട് ടീമിലും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന, മത്സരം കൊണ്ടുപോകുവാനും അതുപോലെ തന്നെ അടിച്ചു കളിക്കാനും കഴിയുന്ന താരങ്ങളുണ്ട് എന്നുള്ളൊരു പ്രത്യേകത രണ്ട് ടീമിലുണ്ട്. നല്ല ഡെപ്തുള്ള ബാറ്റിംഗ് ലൈനപ്പാണ് രണ്ട് ടീമുകളുടെയും. ഒരുപാട് നല്ല ഓൾറൗണ്ടേഴ്സുമാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയുമുണ്ട്. സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഒരു അപ്പർ ഹാൻഡ് DC-ക്ക് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം 3 നല്ല സ്പിന്നർമാരുമായിട്ടാണ് അവർ മത്സരത്തിൽ ഇറങ്ങുന്നത്. അത് അക്സർ പട്ടേലും കുൽദീപ് യാദവും വിപ്രജ് നിഗവുമാണ്. മറ്റേ ടീമിലേക്ക് പോകുമ്പോൾ, അതായത് RCB-ലേക്ക് പോകുമ്പോൾ കൃണാൽ പാണ്ഡ്യയാണ് പ്രധാനപ്പെട്ട ഒരു സ്പിന്നർ എന്ന് പറയുന്നത്. സുയാ ശർമ്മ ഒരു ബാക്കപ്പ് ബോളറായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ലിയാം ലിവിങ്സ്റ്റണും ഒരു ബാക്കപ്പ് ബോളറായിട്ട് വരാറുണ്ട്. ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ RCB-യുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈ വർഷം നല്ലതാണ്. കാരണം ഞാൻ പറഞ്ഞു, ത്രിമൂർത്തികൾ 3 പേരും നല്ല രീതിയിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിലൊരു അപ്പർ ഹാൻഡ് RCB-ക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടേക്ക് വരുമ്പോൾ മിച്ചൽ സ്റ്റാർക്കാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ബൗളർ എന്ന് പറയുന്നത്. മുകേഷ് കുമാറിന് ഇനീഷ്യലി വിക്കറ്റ് എടുക്കാൻ സാധിച്ചാൽ നല്ലതാണ്. മോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ്. ഫാന്റസി പിക്കിൽ പോകുമ്പോൾ ഞാൻ ആദ്യമായിട്ട്, ഇത് ഒരു നല്ല ബാറ്റിംഗ് ട്രാക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ബാറ്റർമാർക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫിൽ സോൾട്ടിനെ ഞാൻ ഈ ടീമിലേക്ക് എടുക്കുകയാണ്. വിരാട് കോഹ്ലിയെയും ഞാൻ ഈ ടീമിലേക്ക് എടുക്കുകയാണ്. വിരാട് കോഹ്ലിയാണ് ഞാൻ ഈ ടീമിന്റെ ഒരു ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത്. രജത് പട്ടിദാറിനെ ഞാൻ എടുത്തിരിക്കുന്നു, നല്ല ഫോമിലാണ്. കൃണാൽ പാണ്ഡ്യയെ എടുക്കാതിരിക്കാനാവില്ല. കഴിഞ്ഞ മത്സരത്തിൽ നല്ല പോലെ ബൗൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ബാറ്റിങ്ങിലും ചെറിയ കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് എടുത്തിരിക്കുന്നത്. ജോഷ് ഹേസിൽവുഡിനെയും യശ് ദയാലിനെയും ഞാൻ ടീമിൽ എടുത്തിരിക്കുകയാണ്. ജോഷ് ഹേസിൽവുഡിനെ അറ്റാക്ക് ചെയ്ത് കളിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. യശ് ദയാൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് എടുത്തിരിക്കുന്നത്. ഡൽഹി നിരയിലേക്ക് വരുമ്പോൾ ഫാഫ് ഡു പ്ലസി തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തിനെ ടീമിൽ എടുക്കുകയാണ്. അദ്ദേഹത്തിനെ തന്നെയാണ് ഞാൻ ഇതിന്റെ ഒരു വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത്. കാരണം നല്ല ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ ഡു പ്ലസിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. KL രാഹുലിനെയും നല്ല ഫോമിലായതുകൊണ്ട് ടീമിലേക്ക് എടുത്തിരിക്കുകയാണ്. വിപ്രജ് നിഗം ലെഗ് സ്പിന്നും അതുപോലെ തന്നെ ബാറ്റിംഗും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിനെയും ടീമിൽ എടുത്തിരിക്കുന്നു. മിച്ചൽ സ്റ്റാർക്കിനെ ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കാനും സാധിക്കും, ഡെത്ത് ഓവേഴ്സിലും അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കും. കുൽദീപ് യാദവും അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫോം വെച്ചിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. അദ്ദേഹത്തിനെയും ഞാൻ ഈ ടീമിലേക്ക് പിക്ക് ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ ഒരു ഫാന്റസി പിക്ക് എന്ന് പറയുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇത് RCB-യുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ബാംഗ്ലൂരിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. ഒരു രണ്ട് ടീമുകളും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 50-50 ചാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. DC ആണെങ്കിലും റോയൽ ചലഞ്ചേഴ്സ് ആണെങ്കിലും രണ്ട് ടീമുകളും മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് മുന്നോട്ട് പോകുന്ന ടീമുകളാണ് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ചെറിയൊരു അപ്പർ ഹാൻഡ് എന്ന് പറയാനില്ല, ഒരു 50-50 മത്സരം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഏതായാലും നല്ലൊരു മത്സരം, ഒരു റൺ ഫീസ്റ്റ് കാണാനുള്ള അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.